കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ കെഎസ്ഇബിക്ക് വീഴ്ച. ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട്. ഷെഡ് നിർമ്മിച്ചത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടപടി ഉണ്ടായില്ല. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. അർജുൻ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഒടുവിൽ കെഎസ്ഇബി വീഴ്ച സമ്മതിക്കുകയാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ മറ്റെന്തെങ്കിലും നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ? ലക്ഷ്മി, തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ചൊരു തുടരന്വേഷണം ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായി നടത്തി വരികയാണ്. ഈ വീഴ്ച ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് ചീഫ് സുരക്ഷാ കമ്മീഷണർ നൽകിയിട്ടുള്ളത്. അത് സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ലൈനിന് താഴെ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. നിശ്ചിത അകലം പാലിച്ചിട്ടായിരുന്നില്ല ഈ സൈക്കിൾ ഷെഡിന്റെ നിർമ്മാണം. അതേസമയത്ത് സൈക്കിൾ ഷെഡിന് നിർമ്മാണ അനുമതി തേടി കെഎസ്ഇബിയെ ഈ മാനേജ്മെന്റ് സമീപിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ കെഎസ്ഇബിയുടെ ലൈൻ അപകടകരമായ രീതിയിൽ പോകുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ട് കൂടി അക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകണമെന്ന് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഉദ്യോഗസ്ഥരുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വീഴ്ചയോ ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അക്കാര്യത്തിൽ ഇന്നലെ ചേർന്നിട്ടുള്ള ഉന്നതതല യോഗത്തിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. ഈ വീഴ്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ചർച്ചയായി. അതിനെ തുടർന്നാണ് ചെയർമാന് ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് ഇനി പരിശോധിക്കുക ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും. ആ നടപടികൾ, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുക ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരായിരിക്കും. മന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് ലഭിച്ചുവെന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പേരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയോ വ്യക്തമാക്കുന്ന പരാമർശങ്ങൾ ഇതിലില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് സംബന്ധിച്ച് ചെയർമാൻ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ സ്കൂളിലും മാനേജ്മെന്റിനും പുറമെ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് കൂടി വീഴ്ച സംഭവിച്ചുവെന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. എന്തെങ്കിലും നടപടി ശുപാർശകളുണ്ടോ അർജുൻ? അതോ നേരത്തെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു അപകടത്തിന് പിന്നാലെ? കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പ്രാഥമികമായി തന്നെ വൈദ്യുതി വകുപ്പ് അംഗീകരിച്ചിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞാൽ ഈ സ്കൂൾ തലത്തിൽ മാനേജ്മെന്റിനെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ടീച്ചർമാർക്ക്, പ്രധാന അധ്യാപികയ്ക്ക് ഉൾപ്പെടെ നടപടി വന്നു. പക്ഷേ കെഎസ്ഇബിയിലെ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ പേര് പറഞ്ഞാൽ ഇന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഴ്ച ഇതുവരെ കെഎസ്ഇബിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു, ആ കെഎസ്ഇബി ഓഫീസിൽ വീഴ്ച ഉണ്ടായി എന്ന തരത്തിൽ മാത്രമാണ് ഉള്ളത്. അതിനപ്പുറം ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ പദവിയോ പറഞ്ഞുകൊണ്ടുള്ള വീഴ്ച സർക്കാർ അല്ലെങ്കിൽ വൈദ്യുത വകുപ്പ് ഇതുവരെ പരാമർശിച്ചിട്ടില്ല. ഈ റിപ്പോർട്ടിലും അങ്ങനെയാണ് ഉള്ളത്. അതേസമയത്ത് തന്നെ ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. അതായത് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ ആരാണോ അവർക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ഇന്നലെ വിശദമായിട്ടുള്ള ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഈ റിപ്പോർട്ടും മറ്റ് കാര്യങ്ങളും പരിശോധിക്കാനായി ചെയർമാന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഇനി നടപടി ഉണ്ടാവുകയാണെങ്കിൽ കൂടിയും ചെയർമാൻ കൂടി ഇക്കാര്യത്തിൽ പരിശോധന നടത്തി അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക. അത്തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൂടിയും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പദവികളോ പറഞ്ഞുകൊണ്ടല്ല വിമർശനം എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.